ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. നമുക്കറിയാം, ലഹരിക്കേസിൽ രണ്ടാം തവണയാണ് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നത്. ഷൈൻ ടോം ചാക്കോയെ കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം പറയുന്നു. കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇതിൽ നിർണായകമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അത് കൃത്യമായ ബോധ്യത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. മാത്രവുമല്ല, വിദഗ്ധോപദേശം ഉൾപ്പെടെ തേടിയതിനു ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ NDPS ആക്ടിലെ സെക്ഷൻ 27, 29 വകുപ്പുകൾ, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിൽ പോലും കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. നിരവധി ചോദ്യങ്ങൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തിന് അന്വേഷണ സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി, എന്തൊക്കെയാണ് മറയ്ക്കാനുള്ള കാര്യങ്ങൾ, ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരൻ സജീറുമായി എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധം തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഒക്കെ മറപിടിച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ നടൻ ഇടപെട്ടിട്ടുണ്ട് എന്നത് അറിയേണ്ടതുണ്ട്. കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നോ, കൂടുതൽ ആളുകളിലേക്ക് എത്തുമോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഡാനി പോൾ വീണ്ടും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഇടപാട് കഴിഞ്ഞ കുറെ കാലമായി ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ലഹരിക്കെതിരെ സർക്കാർ നിരന്തര പോരാട്ടം ആരംഭിച്ചിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 2 തവണ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പ്രധാനമായും കൂടുതൽ സമയം ചെലവഴിച്ചത് ലഹരിക്കെതിരായ ഓപ്പറേഷൻ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്നതാണ്. അങ്ങനെ ഒരു നിലപാടുള്ള സർക്കാർ ഭരിക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട നടൻ ലഹരി കേസുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയാണ്. അപ്പോൾ ഇതിന്റെ നടപടികൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം കൂടി ആകേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വത്തോടെ കൂടി തന്നെയാകുമോ ഈ കേസ് ഇനി മുന്നോട്ട് പോവുക? തീർച്ചയായും അതുതന്നെയാണ്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പല മന്ത്രിമാരുടെയും വാക്കുകളിൽ കൃത്യമായ രീതിയിലുള്ള ഈ സന്ദേശമുണ്ട്. കാരണം ഇത് നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നു. കാരണം ഇത് ഗൗരവതരമായ പരിപാടിയാണ്, അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റുന്ന കേസുകളല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ പരോക്ഷമായ സൂചനകൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തന്നെ ഉണ്ടായിരുന്നു. അത് സിനിമാ മേഖലയാണെങ്കിലും അത്ര കണ്ട ഒരു പവിത്രമായ ഒരിടമല്ല എന്നൊരു മന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം തന്നെ ഇവിടെ നടപടിയെടുക്കാൻ ഒരു മടിയുമില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ അടുത്തിടെ നടന്ന ഈ ലഹരി മരുന്ന് അടിസ്ഥാനമായ പല ക്രൈമുകളുമുണ്ട്, പല കുറ്റകൃത്യങ്ങളുമുണ്ട്. നമ്മൾ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ അടുത്തിടെ ഉണ്ടായത്. അതിന്റെ എല്ലാം തന്നെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ലഹരിയാണ്. അത്ര കണ്ട ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് പ്രോത്സാഹജനകമായ ഒരു സാഹചര്യം പോലും സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയങ്ങളിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലായി ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കേസ് മാറുന്നു. ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ അല്ലയോ എന്നുള്ളതിനേക്കാൾ അതിനപ്പുറം നൽകുന്ന പല സന്ദേശങ്ങളുമുണ്ട് രേണുക. കാരണം ഇതിൽ നടപടികൾ ഉണ്ടാകും. അത് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം, അത് തെളിവ് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തോ അതിനും അപ്പുറത്തേക്ക് ഈ സാഹചര്യത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു, അയാൾ ഇതിനുവേണ്ടി തന്നെയാണ് ഇവിടെ എത്തിയത്. അതിനെ ഒരുപക്ഷെ തെളിവുകളുടെ അഭാവം അടക്കമുള്ള ഒരു കാര്യങ്ങളിൽ ഒരുപക്ഷെ മറ്റു രീതിയിലുള്ളൊരു വിടുതലും കാര്യങ്ങളും ഉണ്ടായേക്കാം. എങ്കിലും ഇയാൾ തന്നെ തുറന്നു സമ്മതിക്കും താൻ എത്തിയത് ഈ ലഹരിക്ക് വേണ്ടി തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ ഒട്ടും വൈകാതെ തന്നെ പോലീസ് തയ്യാറാകുന്നു എന്നത് വലിയ രീതിയിലുള്ളൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത, ഷൈൻ ടോം ചാക്കോയെ കോടതിയിൽ ഹാജരാക്കില്ല എന്ന വിവരമാണ്. ആശുപത്രിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ തിരികെ നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരിക്കും എത്തിക്കുക എന്ന വിവരം വരികയാണ്. ഇപ്പോൾ അവിടെ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഷൈൻ ടോം ചാക്കോയെ കോടതിയിൽ ഹാജരാക്കില്ല, തിരികെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും, അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ
ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. NDPS ആക്ടിലെ 27, 29 ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഷൈൻ ടോം ചാക്കോയെ അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കില്ല. തിരികെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സ്റ്റേഷൻ ജാമ്യത്തിനുള്ള അവസരം ഉണ്ടാക്കും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡാനി, ഇപ്പോൾ തുടരാം. രേണുക, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതിൽ തെളിവുകളുടെ അഭാവം തന്നെയാണ്. കാരണം ഈ ലഹരി കേസുകളിലെല്ലാം തന്നെയും വ്യക്തമായ രീതിയിലുള്ള തെളിവും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അതിൽ നിശ്ചിത അളവ് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചാൽ മാത്രമേ പിന്നീട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കേസുകളും എല്ലാം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ എന്ത് തെളിവ് ഷൈൻ ടോം ചാക്കോ യാതൊരു രീതിയിലും അതിൽ ഉൾപ്പെടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും വിലയിരുത്തലും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് NDPS ആക്ട് 27, 29 വരുമ്പോൾ 27 ഇതിനു വേണ്ടി ലഹരി വസ്തുക്കൾക്ക് വേണ്ടി പണം നൽകി പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിലുള്ളതാണ് വരുന്നത്. അതിന് തക്കതായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ 29ലേക്ക് വരുമ്പോൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഗൂഢാലോചന എന്നതടക്കം വലിയ രീതിയിലേക്ക് തെളിവ് ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല. അതുമാത്രവുമല്ല, ഇതിൽ നിന്ന് ലഹരി വസ്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടുന്ന് പരിശോധന നടത്തുമ്പോൾ കാര്യമായതൊന്നും കണ്ടെത്തിയില്ല എന്നായിരുന്നു തന്നെ പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നടപടികൾ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നു എന്നതാണ്. ഇതിൽ ഈ രീതിയിലേക്ക് നടപടികൾ ഇത്തരം ഒരു ക്രൈം സീനിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഈ ലഹരി മരുന്ന് ഇടപാടുകാരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായെന്ന് പറയുവാനായിട്ട് അങ്ങനെ സ്ഥിരീകരിക്കുവാനെല്ലാം തന്നെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ലഭ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഈ വകുപ്പുകൾ അതിൽ തെളിവുകൾ കൂടിയുണ്ടെങ്കിൽ മാത്രമാണ് അത് കുറെ കൂടി കോൺക്രീറ്റ് ആവുക, കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. പക്ഷേ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നൽകി മുന്നോട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാനെന്നതാണ്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ട രീതിയിലേക്ക് തക്കതായ ബലവത്തായ രീതിയിലേക്ക് കേസ് നിലനിൽക്കില്ല എന്നത് തന്നെ അത് സമർത്ഥിക്കുമ്പോൾ പോലും ഒരു നല്ല രീതിയിലുള്ള സന്ദേശം നൽകാനായിട്ട് ഈ അന്വേഷണ സംഘത്തിന് കഴിയുന്നു. പ്രത്യേകിച്ച് ഈ രീതിയിൽ അങ്ങനെ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ട് എന്നതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ശരിയെന്ന് ഇവരുമായി തനിക്കും ബന്ധമുണ്ട് എന്ന രീതിയിൽ ഷൈന്റെ മൊഴികളും വന്നിരിക്കുന്നു എന്നതാണ്. താൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നതും ഷൈൻ സമ്മതിക്കുകയും അന്വേഷണ സംഘത്തോട് സമ്മതിക്കുകയും ചെയ്തതായ വിവരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ഈ വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് താരതമ്യേന ദുർബലമായ രീതിയിലാണെങ്കിൽ പോലും കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന അല്പസമയം കൊണ്ട് പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വരാൻ കുറച്ചുകൂടി സമയം എടുത്തേക്കുമെന്നതാണ്. പ്രത്യേകിച്ച് ഇതിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ വിദഗ്ധമായ രീതിയിലടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വൈകി മാത്രമായിരിക്കും പ്രസക്തമായ ഫലങ്ങൾ വരുന്നത്. പക്ഷെ അതിന് മുൻപായിട്ട് തന്നെയും ഷൈൻ ഇവിടെ നിന്ന് പോലീസിനൊപ്പം തന്നെ എറണാകുളം നോർത്ത്